മരുഭൂമിയിൽ തണൽ തേടിയുള്ള യാത്രയിൽ മെച്ചപ്പെട്ട ജീവിതവും ധനസമ്പാദനവുമാണ് പ്രവാസികളുടെ ലക്ഷ്യം. ചിലർ ഒറ്റയ്ക്ക് പ്രവാസ ലോകത്ത് ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ ബഹുഭൂരിപക്ഷവും കുടുംബത്തെ ഒപ്പം ചേർക്കുന്നവരാണ്. ഇങ്ങനെ കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോൾ കുട്ടികളുടെ മികച്ച വിദ്യാഭ്യാസം എന്ന വലിയ ലക്ഷ്യത്തെ ആശങ്കയോടെ നോക്കിക്കാണുന്നവരാണ് പ്രവാസികൾ. ഏത് സ്കൂൾ വേണം, ഏത് വിദ്യാഭ്യാസ സമ്പ്രദായം തിരഞ്ഞെടുക്കണം തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളാണ് അവരെ അലട്ടുന്നത്. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം എന്ന പ്രവാസി സ്വപ്നങ്ങൾക്ക് മുന്നിൽ കവാടങ്ങൾ വിശാലമായി തുറന്നിടുകയാണ് കുവൈറ്റിലെ ഭവൻസ്. ഗൾഫ് രാജ്യങ്ങളിലുടനീളം സാന്നിധ്യമുള്ള ഭവൻസിന് കുവൈറ്റിൽ ഇപ്പോൾ 3 സ്കൂളുകളാണുള്ളത്. അമേരിക്കൻ സിലബസുള്ള ഒരു സ്കൂൾ കൂടി കുവൈറ്റിൽ തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഭവൻസ് അധികൃതർ. മോഹമാണ് മികച്ച വിദ്യാഭ്യാസം. അതിൻ്റെ സാക്ഷാത്കാരമാണ് മികവിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. മോഹവും സ്വപ്നവും സാക്ഷാത്കരിക്കുന്ന ഇടമാണ് ഭവൻസ് എന്ന് വിശേഷിപ്പിക്കാം. അത്രമേൽ സമ്പന്നമായ വിദ്യാഭ്യാസ പാരമ്പര്യമാണ് ഭവൻസിൻ്റെ സ്കൂളുകൾക്കുള്ളത്. വിശാലമായ ക്യാമ്പസ്, മികച്ച സൗകര്യങ്ങളുള്ള ക്ലാസ് മുറികൾ, പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് മാർഗദീപങ്ങളാവാൻ പ്രതിഭാധനരായ അധ്യാപകർ, കുട്ടികളുടെ പഠനങ്ങൾക്ക് ആവശ്യമായ മുൻഗണന നൽകുന്ന മാനേജ്മെൻറ്റ്, അങ്ങനെ വിദ്യ എന്ന സർവ്വധനം സ്വരൂപിക്കാൻ ഏറ്റവും മികച്ച ഇടമായി മാറുന്നു ഭവൻ സ്കൂളുകൾ. കുവൈറ്റിലെ മികവിൻ്റെ കേന്ദ്രമായി ഭവൻ സ്കൂളുകളെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ ചെയർമാൻ രാമചന്ദ്ര മേനോൻ ജനം ടിവിയോട് പറഞ്ഞു. ഭവൻസ് മിഡിൽ ഈസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 18 വർഷം കഴിഞ്ഞു. 19ാമത്തെ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായിട്ട് ഭവൻസ് ഓപ്പൺ ചെയ്ത് കുവൈറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് UAE, ബഹ്റൈൻ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്കെല്ലാം നമ്മൾ പോയി. ടോട്ടൽ 11 സ്കൂൾ ഇപ്പോൾ ഭവൻസിൻ്റെ ബ്രാൻഡ് നെയിമിലുണ്ട്. എല്ലാ സ്കൂളുകളും ഭംഗിയായിട്ട് പോകുന്നു. 2 സ്കൂളുകൾ കൂടി അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിലിരിക്കുന്നു. അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഭവൻസിൻ്റെ വളർച്ച കഴിഞ്ഞ 19 വർഷമായിട്ട്. ഈ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം പാരൻസിൻ്റെ സപ്പോർട്ട്, കുട്ടികളുടെ സപ്പോർട്ട്, പാരൻസിൻ്റെ ഭവൻസിലുള്ള വിശ്വാസം. സപ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ അവരുടെ വിശ്വാസമാണ് ഞങ്ങൾ എപ്പോഴും കണക്കിലെടുക്കുന്നത്. സോഫാർ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും നല്ല പേരോടുകൂടി, ചാരിതാർത്ഥ്യത്തോടുകൂടി, അതുമാതിരി കുട്ടികളെ അതുമാതിരി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന വിധത്തിൽ വി ആർ ഡൂയിങ് ദ ബെസ്റ്റ് വാട്ട് വി ക്യാൻ ഡു. ആദ്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് റീജിയൻസിൽ ഒരു ഡേ ബോർഡിംഗ് സ്കൂളിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഭവൻസാണ്. ധാരാളമായിട്ടുള്ള ആക്കഡമിക് ഇംപ്രൂവ്മെൻറ്റ്സും ആക്കഡമിക് പ്ലാൻസും ആക്കഡമിക്കിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ മാറ്റിയെടുത്തത് ഭവൻസ് സ്കൂൾ കുവൈറ്റിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമാണ്. ഇപ്പോഴും പല സ്കൂളുകളും അവർ അഡ്വർടൈസ്മെൻറ്റ് വയ്ക്കുന്നത് തന്നെ ഭവൻസ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഭവൻസിലെ പോലെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഭവൻസിലെ ടീച്ചേഴ്സാണ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഉള്ളത്. ഭവൻസിൽ നിന്ന് ധാരാളം ടീച്ചേഴ്സ് പോയിട്ടുണ്ട്. അത് പോകുന്ന ടീച്ചേഴ്സ് 2 കാര്യങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നാണ് പറയുന്നത്, അവർക്ക് ഭവൻസിലെ വർക്ക് ലോഡ് എടുക്കാൻ പറ്റുന്നില്ല, അതൊരു കാരണം. പിന്നെ ഭവൻസ് ടീച്ചേഴ്സിന് ട്യൂഷൻ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. So when they go to other schools, they are going for tuitions, and of course everybody want to make money and they are also making money. So the purpose is not education or teaching, it is to make money. It is very natural. നിരന്തരമുള്ള ആധുനികവൽക്കരണവും പരിഷ്കരണവുമാണ് ഭവൻസിൻ്റെ മുഖമുദ്ര. മികച്ച അധ്യാപനം എന്ന ലക്ഷ്യം മുൻനിർത്തി അധ്യാപകരുടെ പ്രതിഭകൾക്ക് മാറ്റുകൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് കാലോചിതമായി ഭവൻസ് നടപ്പിലാക്കുന്നത്. 50ഓളം അധ്യാപകരെയാണ് പുതിയ അധ്യയന വർഷത്തിൽ ഭവൻസ് നിയമിച്ചിരിക്കുന്നത്. ഇവരുടെ വരവോടെ യുവതലമുറയുടെ മികവ് സ്കൂളിന് ലഭിക്കുമെന്ന് രാമചന്ദ്ര മേനോൻ പറഞ്ഞു. അമേരിക്കൻ സിലബസിലുള്ള സ്കൂൾ ഈ വർഷം തുടങ്ങും. ഈ സ്കൂൾ സ്വദേശികൾക്കും വിദേശികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒന്നായി മാറും. ഞങ്ങളുടെ അടുത്തുള്ള ടീച്ചേഴ്സ് 18, 17, 16 കൊല്ലങ്ങളായ ടീച്ചേഴ്സ് ഇവിടെയുണ്ട്.
ദേ ആർ സ്റ്റിൽ വിത്ത് us. ഈ വർഷം ഞങ്ങളെല്ലാം കൂടി ഒരു 40-50 ടീച്ചേഴ്സിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ മാർച്ച് മാസം വരെയായിട്ട്. All of them are very young, around maybe 20, between we can say 20 to 25. Very active candidates, active teachers, and they have ideas and they know what all things they should do in the class, and they are doing a wonderful job. കുവൈറ്റിൽ ധാരാളം പാരൻസ് അമേരിക്കൻ സ്കൂൾ വേണമെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ലോക്കൽസ് എന്നെ അപ്രോച്ച് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ ഡിമാൻഡ് ധാരാളം വന്നപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് CBSE സ്കൂൾ സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് IASലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് IASൽ വിൽ ബി കമ്പൈൻഡ് സ്കൂൾ, സ്മാർട്ട് ഇന്ത്യൻ ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ ടുഗദർ under one roof. And Smart Indian School we are converting to American curriculum. അതിൻ്റെ പ്രോസസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്രൂവൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. സെപ്റ്റംബറിൽ വിൽ ബി സ്റ്റാർട്ടിങ് ഇൻ അമേരിക്കൻ സ്കൂൾ ഇൻ ദ ക്യാമ്പസ് ഓഫ് സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുകയെന്ന സാർവത്രികമായ ലക്ഷ്യമില്ലാതെയാണ് ഭവൻസിൻ്റെ പ്രവർത്തനം. ഒരു അഡ്മിഷൻ എടുത്താൽ മറ്റൊരു അഡ്മിഷൻ ഫ്രീ തുടങ്ങിയ സ്വപ്നസുന്ദര വാഗ്ദാനങ്ങളൊന്നും ഭവൻ സ്കൂളുകളുടെ പ്രവേശനത്തിൽ കാണാൻ കഴിയില്ല. മികച്ച വിദ്യാഭ്യാസമെന്ന മോഹത്തോടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഏറ്റവും മൂർദ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കലാണ് ഭവൻസിൻ്റെ ലക്ഷ്യം. അതിന് തെളിവാണ് കഴിഞ്ഞ 4 വർഷമായി കുവൈറ്റിലെ ഏറ്റവും മികച്ച CBSE സ്കൂളെന്ന നേട്ടത്തിൻ്റെ നെറുകയിൽ ഭവൻസ് എത്തിയത്. ഭവൻസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഉദ്ദേശം എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളതല്ല. കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മറ്റേ സ്കൂളിൽ കിട്ടാത്ത ഫെസിലിറ്റി ഇവിടെ കിട്ടുന്ന അവരുടെ പാരൻസിനോ അവർക്കോ തോന്നിയാൽ മാത്രം നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. അല്ലാണ്ട് ആര് വന്നാലും എടുക്കാം. ഇവിടെ വേറെ സ്കൂളുകളെ കാണാറുണ്ട്, ഒരു അഡ്മിഷൻ എടുത്താൽ ഒരു അഡ്മിഷൻ ഫ്രീ. നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ആർക്ക് പഠിക്കണം, ആർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ടീച്ചേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് കുവൈറ്റിലെ CBSE സ്കൂളിലേക്ക് വെച്ച് ബെസ്റ്റ് സ്കൂൾ ഭവൻസ് സ്കൂളാണെന്നുള്ളത് ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യൻ എംബസിയിൽ വെച്ചിട്ട് ഇന്ത്യൻ ബിസിനസ് ഫോറം കുവൈറ്റ് അവരും IIT IM അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടെ ജോയിൻറ്റ് ഡിസിഷനിൽ എടുത്ത തീരുമാനമാണ് ഭവൻസ് ഈ വർഷവും ടോപ്പ് ഇന്ത്യൻ സ്കൂൾ ഫോർ ഗ്രേഡ് 10 CBSE എക്സാം എന്നുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. I hope for next year we'll take 10 and 12. അതിനുള്ള പ്രതീക്ഷയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. രക്ഷിതാക്കളുമായുള്ള ഹൃദയബന്ധമാണ് ഭവൻസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നിരന്തരമുള്ള ആശയവിനിമയത്തിലൂടെ കുട്ടികൾക്കും സ്കൂളിനും ഇടയിലുള്ള സ്നേഹനൂലായി രക്ഷിതാക്കളെ കണ്ട് അവരുമായി സംവദിക്കുകയാണ് ഭവൻസ് മാനേജ്മെൻറ്റും അധ്യാപകരും. പഠന പ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികളെ കഴിവുറ്റവരാക്കാൻ മികവാർന്ന ഒരു അധ്യാപക നിരയും ഭവൻസിനുണ്ട്. കുവൈറ്റിലും അല്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ എപ്പോഴും വില്ലിങ് ആയിരിക്കും. പാരൻസിന് ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ പ്രിൻസിപ്പൽസിനെയോ HODസിനെയോ ടീച്ചേഴ്സിനോ വേണമെങ്കിൽ മീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനും മിക്ക ദിവസങ്ങളിൽ സ്കൂളിലുണ്ടാവും. ഞാനുള്ള ദിവസങ്ങളെല്ലാം ദേ കാൻ മീറ്റ് മീ ആസ് വെൽ. ഞാനിപ്പോൾ ഇവിടെ ആയാലും അല്ലെങ്കിൽ അബുദാബിയിലും അല്ലെങ്കിൽ UAE എവിടെ ആയാലും I will be available and the parents can definitely meet me, and many of them are coming and meet me for various reasons and various purpose, and we discuss always a healthier discussions, and we are happy about the parents' approach as well as parents are happy with our approach towards their issues they are mentioning to us. 9ാം ക്ലാസ്സും 12ാം ക്ലാസ്സിൻ്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. പാരൻസ് ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിലെ വാട്ട് ഓൾ തിങ്സ് ദേ ക്യാൻ ഡു ആൻഡ് വാട്ട് ഓൾ തിങ്സ് ദേ ഷുഡ് നോട്ട് ഡു ഇൻ ദിസ് സ്കൂൾ അത് പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, കുട്ടികളെ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾ എവറിബഡി അണ്ടർസ്റ്റുഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ് ഇൻ either grade 10 or in grade 12 for them to get better marks in the final examination. ഭവൻസ് സ്കൂളിൻ്റെ പ്രത്യേകിച്ച് കുവൈറ്റിലെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ PE ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് മിസ്റ്റർ ഡോക്ടർ മുരുകൻ, വി ഹാവ്
7 or 8 teachers, and they are specialized in various sports activities. We have a swimming instructor, Bhagya. She was training people for Olympics swimming, and all our teachers are really qualified and professionally experienced. And this year we had so many winners from the CBSE cluster level to participate sports activities in India. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന ആപ്തവാക്യം ഭവൻ സ്കൂളുകളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് സമ്പാദിക്കുന്ന പ്രവാസിയുടെ കീശയിലെ നാണയങ്ങൾ ചോർത്തിയെടുക്കുകയെന്ന ലക്ഷ്യമില്ലാതെ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ മഹാവിദ്യാഭ്യാസ പ്രസ്ഥാനം ഗൾഫിലെ മണലാരണ്യങ്ങളിൽ വിദ്യയുടെ പുതുനാമ്പ് മുളപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കാലാതീതമായ അറിവിൻ്റെ വിദ്യാകിരണമായി.